ഇതിവിടെ എങ്ങനെ? ആ രാജകുമാരൻ നൽകിയതാണ്. നീ അത് സ്വീകരിക്കാത്തോണ്ട് നാം വാങ്ങിച്ചു. നാം ചെയ്തത് തെറ്റാണോ? ആരോ അവരുടെ ഉച്ചിഷ്ടം നിനക്ക് എറിഞ്ഞു തന്നു, അപ്പൊ നീ അത് സ്വീകരിച്ചു. കൊടുക്കണോ? നാം പറയുന്ന ഒരു കാര്യം നീ ഓർത്തു വെക്കണം അഭിരാജ്. നമ്മൾ പാവങ്ങളാണ്, എന്നാൽ നമ്മൾ മനുഷ്യരാണ്, യാചകരൊന്നുമല്ല. ഭയം കൊണ്ടാണ് ജ്യേഷ്ഠത്തിയുടെ ബോധം നഷ്ടമായത്. ഒരല്പം വിശ്രമിച്ചു കഴിഞ്ഞാലെല്ലാം ശരിയാകും. നീ ഏകനായി വനത്തിനുള്ളിലേക്ക് പോയത് എന്തിനാണ്? എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? കുമാര, നീ ഇപ്രകാരം ചെയ്യുമെന്ന് നാം കരുതിയതേയില്ല. ഇത്തവണ സത്യം മറച്ചു വെക്കുന്നതാണ് നല്ലത്. അഥവാ നാം ജ്യേഷ്ഠത്തിയുടെ തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് നേട്ടമുണ്ടാകുന്നതാണ്. ഈ സിംഹാസനത്തിന് യോഗ്യൻ നാം ആണെന്ന് തെളിയിക്കപ്പെടും, അല്ലാതെ മറ്റാരുമല്ല. നാം നമ്മുടെ ഇഷ്ടപ്രകാരം വനത്തിൽ പോയതല്ല. ജ്യേഷ്ഠത്തെയാണ് നമ്മെ നിർബന്ധിച്ചത്. അതുകൊണ്ടാണ് നാം പോയത്. എന്താ യഥാർത്ഥത്തിൽ രൂപവതി നിർബന്ധം പിടിച്ചിരുന്നു? അതെ, തീർച്ചയായും. ജ്യേഷ്ഠത്തെയാണ് നമ്മോട് പറഞ്ഞത്, വരൂ നമുക്ക് വനം ചുറ്റിക്കാണാമെന്ന്. എത്ര തവണ നാം ജ്യേഷ്ഠത്തെ തടയാൻ ശ്രമിച്ചുവെന്നോ? എന്നാൽ ജ്യേഷ്ഠത്തെ നമ്മുടെ വാക്കുകൾ ശ്രവിച്ചതേയില്ല. ജ്യേഷ്ഠത്തിന്റെ ഇഷ്ടപ്രകാരമാണ് പോയത്. എന്നിട്ട് ജ്യേഷ്ഠത്തി മാന്ത്രിക സുരക്ഷാ കവചത്തിന് പുറത്തേക്ക് പോവുകയും ചെയ്തു. നീ എന്താണ് ഈ പറയുന്നത്? അതിനുശേഷം എന്തുണ്ടായി? അതിനുശേഷം പെട്ടെന്നൊരു കരിമ്പുലി ജ്യേഷ്ഠത്തിയെ ആക്രമിക്കാൻ ശ്രമിച്ചു. തുടർന്ന് നാം ആ കരിമ്പുലിയെ ധൈര്യപൂർവ്വം നേരിട്ടു. ജ്യേഷ്ഠത്തിയെ രക്ഷിച്ചു. ഇത് നോക്കൂ, പുലിയുടെ നഖങ്ങളുടെ അടയാളം. എന്താ നിനക്ക് അല്പം പോലും ലജ്ജ തോന്നുന്നില്ലേ? നീ എന്താണ് ഈ പറയുന്നത്? എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നമ്മൾ അവരോട് തോറ്റിട്ട് വന്നിരിക്കുകയാണ്. വിഷക്കേതുവിനെ പോലെ ഒരു രാക്ഷസനെ അയച്ചിട്ട് പോലും നമുക്ക് വിക്രമദേവനെ ഇല്ലാതാക്കാൻ സാധിച്ചില്ല. ഇതിനേക്കാൾ മോശമായി എന്താണ് സംഭവിക്കാനുള്ളത്? നിർഗുണനായ ഒരു രാക്ഷസനാണ് വന്ന് നിൽക്കുന്നത്. ഒരു കാര്യമാണ് ഞാൻ നിന്നെ ഏൽപ്പിച്ചത്, അതുപോലും കൃത്യമായി ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇനി നിന്റെ ആവശ്യമില്ല, ഈ നമുക്കാരുടെയും ആവശ്യമില്ല. നമുക്കിത് തനിച്ച് ചെയ്യാൻ സാധിക്കും. നാം സ്വയം പോകുന്നതാണ്. നമ്മുടെ പിതാവിനെ രക്ഷിക്കുന്നതിനു വേണ്ടി നാം സ്വയം പോകുന്നതാണ്. എന്നാൽ അതിനു മുൻപ് നാം നിങ്ങളെ എല്ലാവരെയും ഇല്ലാതെയാക്കുന്നതാണ്. നിൽക്കൂ, 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 നിൽക്കൂ ചോടില. ചോടില, നീ നമ്മോട് ക്ഷമിക്കൂ. നമ്മോട് ക്ഷമിച്ചാലും ചോടില, നമുക്ക് വളരെ വലിയ പിഴവാണ് സംഭവിച്ചത്. നമ്മോട് ക്ഷമിച്ചാലും. നമ്മോട് ക്ഷമിക്കൂ. നമുക്ക് അവിടുത്തെ ഒരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യമാണ്? എന്താണ് പറയേണ്ടത്? വനത്തിനുള്ളിൽ ഒരു പെൺകുട്ടിയെ കണ്ടിരുന്നു. പെൺകുട്ടിയോ? ഏത് പെൺകുട്ടി? അവൾ രാജകുടുംബത്തിലുള്ളതാണെന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. കാരണം അവളുടെ ശരീരത്തിൽ രാജചിഹ്നമുണ്ടായിരുന്നു. അതിശക്തയായ പെൺകുട്ടിയായിരുന്നു അവൾ. രാജകുടുംബത്തിലെ പെൺകുട്ടിയോ? ആ പെൺകുട്ടിയെ തന്നെയാണ് നാം തേടിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നീയോ രാജകുടുംബത്തിലെ ഒരു പെൺകുട്ടിയെ മുൻപിൽ കിട്ടിയിട്ട് പോലും നിനക്ക് അവളെ വധിക്കാൻ സാധിച്ചില്ലെന്നോ? നിങ്ങളെല്ലാവരും നിർഗുണരാണ്. നിന്റെ ബുദ്ധിഭ്രമം ആദ്യം ചികിത്സിക്കുകയാണ് വേണ്ടത്. ഇനിയും നിനക്ക് ബോധ്യമായില്ലേ രാക്ഷസ റാണി ജോഡിലയുടെ ആജ്ഞ അനുസരിക്കാത്തതിന്റെ ഫലം എന്താണെന്ന്?